ഹലോ വെൽക്കം ടു റിയ സോണി യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ പേര് റിയ എന്നാണ്. ഇന്നിവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഈ വ്ളോഗിൻ്റെ അവസ്ഥ എവിടം വരെ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് മുടിയൊന്നും കെട്ടാതെ ഭ്രാന്തിയെ കൂട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയാണ്. കുറച്ച് ഇല വെച്ച് മടക്കിയിട്ടുള്ള ഒരു അടയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏതോ ഒരു വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അട ഭയങ്കര ഇഷ്ടമാണ്. ഇതാണല്ലോ അടയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെന്താണ്, പിന്നെ ചക്കയുണ്ട് കേട്ടോ. ചക്ക വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഫോണിൽ ചാർജ് ഇല്ല, കറണ്ട് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് 5 മണിക്ക് മറ്റും പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഉള്ള വെട്ടത്തിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിവിടെ അട കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ പോലെ ഇരിക്കുന്നു. കറണ്ടില്ലാത്തൊന്നും മമ്മിക്ക് കണ്ണു കണ്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ തിന്നിട്ട് വരാവേ. കറണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ വ്ളോഗിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാന്ന്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. കറണ്ട് വന്നിട്ടില്ലായിരുന്നേ, കാരണം വെട്ടമില്ല, പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടാണ് കുത്തി വെക്കാറ്, അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല. അതേപോലെ ജിംബലിലും ചാർജ് കുറവായിരുന്നു കേട്ടോ. അതല്ലായിരുന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇന്നത്തെ വിശേഷം എന്താണ്? ഇവിടെ നമ്മൾ 10-25 ദിവസമായിട്ട് വ്ളോഗ് എടുക്കുന്നു. അയ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാനിത് പറഞ്ഞവരൊക്കെ എന്നോട് പറയാം, നീ ഇത്രയും ദിവസം വ്ളോഗ് എടുക്കുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന്. യെസ്, മാറ്റങ്ങൾ, പുതിയ മാറ്റങ്ങളൊക്കെ ലൈഫിൽ വരുന്നത് നല്ലതല്ലേ? നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയത്തെ എൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ് എല്ലാം ഫിനിഷ് ആയി കേട്ടോ. 2 ക്ലാസ്, മോർണിംഗ് 2 ക്ലാസ്, ഈവനിങ് അല്ല, ഉച്ച കഴിഞ്ഞ് 2 ക്ലാസ്, അങ്ങനെയാണ്. അപ്പോൾ മോർണിംഗിൽ 2 ക്ലാസ് കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്ക് കുറച്ച് റീലൊക്കെ എടുക്കണം എന്നുണ്ട്, പക്ഷെ അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നൊക്കെ റീൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കറണ്ട് ചതിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും, അതും അല്ലെങ്കിൽ മമ്മി എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കും. അങ്ങനെ റീൽ എടുക്കാനുള്ള ടൈം നമ്മുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് അതെനിക്കറിയത്തില്ല എത്രത്തോളം പോസിബിൾ ആവുമെന്ന്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുക നാളത്തേക്കുള്ളത്. ഇനിയിപ്പം നാളെ ആ വീഡിയോസൊക്കെ വരും. പിന്നെ നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഫുള്ള് മഴയായിരുന്നു, നല്ല കിടിലം മഴ. കറണ്ട് പോയി, കറണ്ട് ഒന്ന് പാളിച്ചിട്ടുണ്ട്, പുറത്ത് പോയിട്ടെടുക്കാം. കറണ്ട് ചതിക്കുന്ന പറഞ്ഞ ഉടനെ കറണ്ട് കളയാൻ കാണിച്ച ആ ഒരു മനസ്സ്, കൊള്ളാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്കിനി പുറത്തത്തെ കാര്യങ്ങൾ കാണാം. കുറച്ച് ക്ലോക്ക് ക്ലിപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ട്, മുടി ഒന്ന് കെട്ടി വെക്കട്ടെ ആദ്യം തന്നെ. നമുക്ക് ഫാഷൻ ഫ്രൂട്ട് വല്ലതും താഴെ വീണിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നല്ല മഴയായിരുന്നു. ചിലപ്പോൾ എന്നല്ല, മിക്കവാറും ഫാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അത് പോയി പറക്കിയിട്ട് വരാം. നിങ്ങളും ബായോ. അതിന് മാത്രം ദൂരെയൊന്നും പോകണ്ട കേട്ടോ, ദേ ഇവിടെ തൊട്ട് മേലെയാണുള്ളത്. കിട്ടുമോ നോക്കാം. പിന്നെ കണ്ടോ, എൻ്റെ നെറ്റിയിലൊരു ചക്ക കുരു വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ കുരു വരുമ്പോഴൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. പണ്ടൊക്കെ എനിക്ക് കുരു വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ സായി പല്ലവിയുടെ മുഖത്ത് ഇവിടെയൊക്കെ ഭയങ്കര കുരുവല്ലേ, എന്ത് രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. ഈ കണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത പിന്നെ എനിക്ക് വലിയ കുരു വരുന്നൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ ഇവിടെ ആണ് കേട്ടോ ഫാഷൻ ഫ്രൂട്ട് നിൽക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്തേലും വീണിട്ടുണ്ടോ എന്ന് നമുക്കിവിടെ നിലത്താണ് നോക്കണ്ടേ. മണ്ടയ്ക്ക് നിൽക്കുന്നേ ഉള്ളൂടാ. പഴുത്തൊക്കെ കഴിഞ്ഞ ദിവസം വീണിട്ടുണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ പെറുക്കിയിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഫ്രൂട്ട് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മണ്ടയ്ക്ക് നിൽപ്പുണ്ടേ, വേണമെങ്കിൽ നമുക്ക് പറിക്കാം. പക്ഷെ പറിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മധുരം ഉണ്ടാവത്തില്ല, കാരണം ചെറിയൊരു പുളിയായിരിക്കും, ചെറിയുള്ള വലിയ പുളിയായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഇവിടെ കോവയ്ക്ക് നിൽപ്പുണ്ട്. ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു എന്തൊക്കെ പച്ചക്കറികൾ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചപ്പോൾ? കോവയ്ക്ക കാണിച്ചെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടാണ് കേട്ടോ നമ്മുടെ കോവലുള്ളത്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കുറച്ച് കോവയ്ക്ക കാണുന്നുണ്ട്. നമുക്ക് 2 കോവയ്ക്ക പറിച്ചങ്ങ് തിന്നാം. എനിക്ക് ഈ കോവയ്ക്ക കറി വെക്കുന്നൊന്നും വലിയ ഇഷ്ടമില്ല. കണ്ട, ഒന്ന് നോക്കാം ഇങ്ങനെയുണ്ടെന്ന്. സാധാരണ കോവയ്ക്ക കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഒരെണ്ണം പറിക്കാം.
അതെന്താ ആയിട്ടില്ലായിരുന്നു. കോവയ്ക്ക പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളൊരു ഫാഷൻ ഫ്രൂട്ട് ഇവിടെ കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഒരു ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം മണ്ടയ്ക്ക് നിപ്പുണ്ട്. പണ്ടൊക്കെ പണ്ട് നമ്മുടെ ചാമ്പയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാമ്പയ്ക്ക ഉണ്ടാകുന്ന മരത്തെ ഫാഷൻ ഫ്രൂട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫാഷൻ ഫ്രൂട്ടെല്ലാം തല്ലി താഴെ ഇടുമായിരുന്നു. അന്നേരം ഫാഷൻ ഫ്രൂട്ട് കഴിക്കാനുള്ള കൊതി കൊണ്ട് അവിടെ കിടക്കട്ടെ. ഞാനെന്താണേലും ചാമ്പേനെ കുറിച്ച് പറഞ്ഞല്ലേ, അപ്പം ചാമ്പയ്ക്കയും കൂടെ കാണിച്ചേക്കാം. ചാമ്പയ്ക്ക ഉണ്ട് കേട്ടോ അത്യാവശ്യം, പക്ഷെ പുഴുവാടെ. ഈ ചാമ്പയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ കൊല്ലത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ചാമ്പയ്ക്കയ്ക്ക് പുഴു ഉണ്ടാവില്ല. ബാക്കി എപ്പോൾ ഉണ്ടായാലും പുഴുവായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ഓ, കാണുന്നില്ല. അതുണ്ടോ? ചാമ്പയ്ക്ക ഉണ്ട്, പക്ഷെ നിറയെ പുഴുവാ. പുഴുവില്ലാത്തൊരു കൊല പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതിന് വലിയ പുഴുവില്ല, നമുക്ക് നൈസിന് കഴിക്കാം. കുശുമോൻ കണ്ടാൽ വഴക്കുണ്ടാക്കും. വെള്ളച്ചവയാ, മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളച്ചവയായി. പറഞ്ഞല്ലേ, പുഴുവാ. ഞാനിപ്പോ വീടിന്റെ പുറകിലാണ്. ഞാൻ നിങ്ങൾക്കൊരു പുരാവസ്തു കാണിച്ചു തരാം. പുരാവസ്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പുരാവസ്തു ആണ്. നിങ്ങൾ പുകപ്പര കണ്ടിട്ടുണ്ടോ? പുകപ്പര കാണിച്ചു തരാം. നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റൊക്കെ ഇല്ലേ, റബ്ബർ ഷീറ്റ് ഉണക്കുന്ന സ്ഥലമാണ് പുകപ്പര കേട്ടോ. ഇതാണ് നമ്മുടെ പുകപ്പര, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പുകപ്പര കേട്ടോ. വർഷങ്ങളായിട്ട് ഇതിലാണ് നമ്മൾ ഷീറ്റ് ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഫ്രീ ആണ്, അതാണ് ക്യാമറ എടുത്ത് നടക്കുന്നതെന്നല്ല. എനിക്കിനി റബ്ബർ ഷീറ്റ് ഇടാൻ പോകണം വെയിലത്ത്. അപ്പം അത് നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് റബ്ബർ ഷീറ്റ് പറക്കാൻ പോവാം. എന്താ പൂച്ചയും പട്ടിയൊന്നും ഇല്ല. അപ്പം നമുക്ക് വെയിലത്തിടാൻ പോവാം. അയ്യോ, ഭയങ്കര വെയിലാണ്. ഇടുന്ന് കാണിക്കാം. അപ്പം ഇതാണ് കേട്ടോ ഷീറ്റ്. ഇങ്ങനെയല്ല കേട്ടോ ഇടുന്നത്, ഞാനെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടാറ്. ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരെണ്ണമൊക്കെ പിടിച്ച് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ പണി ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാവേ. നല്ല വെയില, ഇനിയിപ്പം ഫോണും പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ശരി എന്നാ. അയ്യോ, വെയിൽ. അപ്പം നമ്മുടെ ഷീറ്റ് ഇടൽ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ ചെയ്യുന്ന പണികളൊക്കെ എന്തൊക്കെയാന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ചെയ്യാവേ. നാളെ വല്ലതും ചെയ്യാൻ നോക്കാം. ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. താഴെ പോയിട്ട് കാണാം. എല്ലാം കഴിഞ്ഞ് ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. ശരിക്കും അടുത്ത് ഈ വെയിലിനൊന്നും നമുക്കൊരു കാര്യം ചെയ്യാൻ ഒക്കത്തില്ലേ, ഭയങ്കര വെയിലാണ്. കോശുമോൻ ഒരു നാരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കോശാണ് കേട്ടോ എന്നും നാരങ്ങളും ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും. നല്ല മോനാ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ എന്താ വിശേഷം, എന്തെങ്കിലും ഉണ്ട് കാണിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നല്ല, ഇനി എന്താ വേറെ വിശേഷമൊന്നും ഇല്ല. ഇന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു മൂഡും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കറണ്ട് ഇല്ലാണ്ട് എഴുന്നേൽക്കുമ്പോഴല്ലോ എന്തോ ഒരു മനസ്സിനൊരു വിഷമോ. എത്ര പേർക്ക് അങ്ങനെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറണ്ട് വേണം എനിക്ക്. എന്തിനാന്ന് ആവശ്യമൊന്നുമില്ല, എന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി ഒരു സന്തോഷം വരുവേ. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ വ്ളോഗും കൂടെ എടുക്കുന്നുണ്ട്, അതിപ്പോൾ ശീലമായി. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഫോൺ കുത്തിയിട്ട് പല്ലൊക്കെ തേച്ച് വരുമ്പോഴത്തേ ഫോണിൽ ചാർജ് ആവും. അപ്പോഴത്തേക്കും പോയിട്ട് ലൈറ്റൊക്കെ കണക്ട് ചെയ്ത് വ്ളോഗ് എടുക്കും. അതേപോലെ ഔട്ട്രോ എടുക്കണമെങ്കിൽ അകത്ത് കറണ്ട് ഇല്ല കേട്ടോ, അപ്പം ഇരുട്ടായിരിക്കും. അപ്പം ഇവിടെ തന്നെ ഔട്ട്രോ എടുത്തേക്കാം. നമുക്ക് ഇത്രയും മതിയുടെ ഇന്നത്തെ വീഡിയോ, ഇത്രയും മതി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ ലൈക്കും ചെയ്യുക, കമന്റും ചെയ്യുക. പിന്നെന്താ, പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ബൈ.